പൊതുവായി പറയുന്ന കാര്യങ്ങളുണ്ട്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന നന്മകളുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ നന്നാകൂ. നമുക്ക് ഐൻസ്റ്റീൻ എവിടേക്ക് പോയി, മദർ തെരേസ എവിടേക്ക് പോയി, മഹാത്മാഗാന്ധി എവിടേക്ക് പോയി? അവരെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ആരാണ് ദൈവം? നീതിമാനായ ദൈവം. ഒരിക്കലും ഒരു അനീതിയും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച ദൈവം തമ്പുരാൻ, ആ ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്കാണ് അവർ പോയത്. അതുകൊണ്ട് നമ്മളാരും അവരെ കുറിച്ച് ബേജാറാകേണ്ടതില്ല. അവരോട് ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടാകുമെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ദൈവം നീതിമാനാണത് ദൈവം തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ നമ്മളോടാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കുമെന്നത് സത്യമാണ്. മരണാനന്തരം നാം ദൈവം തമ്പുരാന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നത് അതേപോലെയുള്ളൊരു സത്യമാണ്. അവിടെ ദൈവത്തിന് മുന്നിൽ പടച്ചവന് ഞാൻ കേവലമായ രാഷ്ട്രീയം പറയുന്നതിനു പകരം ഇതെല്ലാം ഒന്നാണ് എന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതിന് പകരം നീ പഠിപ്പിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെന്നും എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ ആ സത്യത്തിന്റെ കൂടെ നിന്നു എന്നും പറയാൻ നമുക്ക് കഴിയണം. ഇത് ഈ ഒരു വ്യാഖ്യാനം സത്യത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ സമുദായ സൗഹൃദം തകരുന്നു പറയാ. എന്തെങ്കിലും ഒരു കാര്യം അത് പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് പറയാ. ഏതെങ്കിലും ഒരു കാര്യം അത് വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അധ്യാപനത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് പറഞ്ഞാൽ അത് വേറൊരു സമൂഹത്തിന്റെ കാര്യത്തിൽ കൈകടത്തലാണെന്ന് പറയാം. എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നാവുകൾക്ക് ഇങ്ങനെ നിയന്ത്രണത്തിന്റെ വലിയ ചങ്ങലകൾ കിട്ടുവെച്ചാൽ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, എന്ത് സംവാദ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ നാം മതിലുകൾ തകർക്കുക, ഇത്തരം എല്ലാത്തരം പറഞ്ഞുകൂടായ്മകളെയും നമ്മൾ അതിജീവിക്കുക. പറഞ്ഞുകൂടായ്മ എന്ന് പറഞ്ഞാൽ തെറി പറയുന്നത്, അസഭ്യം പറയുന്നത്, മഹാന്മാരെ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല. മാന്യമായി, വസ്തുനിഷ്ഠമായി, ദാർശനികമായി, ധൈഷണികമായി ചില നിലപാടുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലപാടുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മതം എന്ന് പറയുന്നത് വെറുതെ ഒരു വികാരം കിട്ടിയാൽ തീ പിടിക്കുന്ന ഒരു വസ്തുവല്ല എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകും സമുദായം എന്ന് പറയുന്നത് നമ്മൾ തലയിൽ കൊണ്ട് നടക്കേണ്ട, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന്. നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ മോക്ഷത്തിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന്. ആ ചർച്ചയിൽ ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും നാം അത് പക്വമായി കേൾക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ അറിയും, കൂടുതൽ അടുക്കും. അങ്ങനെ അടുക്കുമ്പോൾ നമ്മൾക്കിടയിലുള്ള വൈരമില്ലാതാകും. ഇവിടെ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നവരെ അങ്ങനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ഇസ്ലാമിനെ കുറിച്ച് ഹിന്ദുക്കൾക്കും ഹിന്ദു മതത്തെക്കുറിച്ച് മുസ്ലിങ്ങൾക്കും അറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ, മതമെന്നാൽ തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അത്തരം ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കുള്ള പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കാര്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടായിപ്പോയി എന്നതിന്റെ പേരിൽ നമുക്ക് വർണ്ണാശ്രമത്തെ ന്യായീകരിക്കുവാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടായിപ്പോയി എന്നതിന്റെ പേരിൽ നമുക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല. അത് രാജ്യസ്നേഹമല്ല, അത് സമുദായ സ്നേഹമല്ല. കാരണം ആ രാജ്യത്തെയും ആ സമുദായത്തെയും പ്രയാസപ്പെടുത്തുകയാണ് ആ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനാൽ നാം ഈ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പഠനങ്ങൾക്കുമെല്ലാം സന്നദ്ധമാവുക. അദ്ദേഹം അവസാനമായി പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപിതാക്കളും രാഷ്ട്ര നേതാക്കളുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ മൈത്രിയിൽ ജീവിക്കുക. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം മൈത്രിയിൽ ജീവിച്ച നമ്മുടെ മഹിതമായ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കുക. ആ മൈത്രിക്ക് ശക്തി പകരാൻ വേണ്ടി പുതിയ സംവാദങ്ങളിലേക്ക് പോകുക. അവിടെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വസ്തുനിഷ്ഠമായി പഠിക്കണമെന്ന് മാത്രമാണ് ബഹുമാനനായ സുഹൃത്ത് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹപൂർവ്വം ഇവിടേക്ക് കടന്നു വന്ന വളരെ സുന്ദരമായി സംസാരിച്ച സുഹൃത്തിനോട് ഈ സമയത്ത് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഇത്തരം എനിക്ക് തോന്നിയൊരു കാര്യം വളരെ വളരെ എല്ലാം പൊളിറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച്, എല്ലാം രാഷ്ട്രീയമായ സമവാക്യങ്ങൾ വെച്ച് അപഗ്രഥിക്കുന്നതാണ് ഇവിടെയുള്ള കുഴപ്പമെന്നാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്തിന്റെ അടക്കം രക്ഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് മാനവികത എന്ന്, എന്താണ് ധർമ്മം എന്ന്, എന്താണ് നന്മ എന്ന്, എന്താണ് നീതി എന്ന്, അത് നമ്മൾ പഠിക്കേണ്ടത് പ്രവാചകന്മാരിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ദൈവം അയച്ച പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും തുറന്ന് പരിശോധിക്കുക. അത് ആണ് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ മുന്നിലുള്ള ദൈവദത്തമായ ധാർമ്മിക പദ്ധതി എന്ന് വിശ്വസിക്കുന്നു. അത് തീർച്ചയായും അത് സുഹൃത്തിന്റെ വിശ്വാസമല്ല, പലരുടെയും വിശ്വാസമല്ല, അത് ചിലരുടെ മാത്രം വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.